ഖജനാവ് കാലിയായതോടെ ട്രഷറി ഇടപാടുകൾക്ക് സംസ്ഥാന സർക്കാർ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. ലൈഫ് ഭവന പദ്ധതി സ്തംഭിക്കുകയും ചെയ്തു. കിടപ്പാടത്തിന് വേണ്ടി 6 വർഷത്തിലേറെയായി കാത്തിരിക്കുന്നവർ നിരവധിയാണ്. ജൽജീവൻ പദ്ധതി പൂർത്തിയാക്കാനുള്ള സംസ്ഥാന വിഹിതം 17,000 കോടി മാറ്റിവെക്കാനാകുന്നില്ല. ഗ്രാമീണ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു. 1,500 കോടിയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുമെന്ന് അറിയിപ്പ് വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ. ഇതിനായുള്ള ലേലം 17-ന് റിസർവ് ബാങ്ക് മുഖേന മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ-കുബേർ സംവിധാനം വഴി നടപ്പാക്കുമെന്നും അറിയിച്ചിരുന്നു. അതിനിടെയാണ് ട്രഷറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ധനവകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഇന്നലെ ഉത്തരവിറക്കിയത്. 5 ലക്ഷം രൂപയിലധികമുള്ള ബില്ലുകൾ ഇനി മാറില്ല. 25 ലക്ഷമായിരുന്ന പരിധിയാണ് വെട്ടിക്കുറച്ചത്. വിവിധ വകുപ്പുകളിലെ ആനുകൂല്യങ്ങളുടെ വിതരണത്തിലും കാലതാമസം ഉണ്ടാകും. ബില്ലുകൾ മാറുന്നതിന് 5 ലക്ഷം എന്ന പരിധി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബാധകമാണെന്നും പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഡിസംബർ വരെ ഇനി കടമെടുക്കാനാകുന്ന 1,200 കോടി രൂപ മാത്രമാണ്. അടുത്ത മാസത്തെ ശമ്പളം ഉൾപ്പെടെയുള്ള ചെലവുകൾ എങ്ങനെ വഹിക്കുമെന്നറിയാതെ ഉഴലുകയാണ് ധനവകുപ്പ്. ഓണക്കാലത്ത് ശമ്പളവും പെൻഷനും ബോണസും നൽകുന്നതിനുൾപ്പെടെ ആശ്രയം കേന്ദ്രം അനുവാദം നൽകിയ 4,500 കോടിയുടെ കടമെടുപ്പായിരുന്നു. സാമ്പത്തിക വർഷത്തിന്റെ 2ാം പകുതിയിലാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടങ്ങാനാകുന്നത്. ഈ ഘട്ടത്തിലെ നിയന്ത്രണം പദ്ധതികളെ എല്ലാം ബാധിക്കും. സർക്കാരിന് പണം നൽകാനാവാത്ത സാഹചര്യത്തിൽ കരാറുകാരുടെ ബില്ലുകൾ ബാങ്ക് വഴി മാറാവുന്ന ബിൽ ഡിസ്കൗണ്ടിംഗ് സംവിധാനത്തിലും ആദ്യമായി നിയന്ത്രണം ഏർപ്പെടുത്തി. ബാങ്കിൽ നിന്ന് 90% തുക വരെയാണ് കിട്ടിയിരുന്നത്. ഇനി 5 ലക്ഷം രൂപ വരെയേ കിട്ടൂ. തദ്ദേശ സ്ഥാപനങ്ങളിലെ കരാറുകാർക്കും ഇത് ബാധകമാണ്. പണം ബാങ്കുകൾക്ക് പിന്നീട് സർക്കാർ നൽകണം. ഇതിനുള്ള പലിശ കരാറുകാർ തന്നെ നൽകുകയും വേണം. വയനാട് ദുരന്തത്തിന്റെ പേരിൽ ഓണാഘോഷവും ടൂറിസം വാരാഘോഷവും വെട്ടിച്ചുരുക്കിയെങ്കിലും കേരള ട്രാവൽ മാർട്ടിന്റെ പേരിലുള്ള ചെലവ് ഒഴിവാക്കിയിരുന്നില്ല. ഇതിനിടെ ഡിസംബറിൽ കേരളീയം ധൂർത്തു നടത്താനുള്ള അണിയറ നീക്കങ്ങളും പുരോഗമിക്കുകയാണ്. ഏതായാലും സാധാരണക്കാരനും അവരുടെ പദ്ധതികളുടെ പ്രവർത്തനത്തിനും മാത്രം കിടപ്പാടം ഉണ്ടാക്കാൻ പോലും പണം കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ട്രഷറിക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോഴും പിണറായി വിജയനോ കൂട്ടർക്കോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ട്രഷറി നിയന്ത്രണം നീക്കി അത് എടുക്കുകയും ചെയ്യും. ഉടൻ തന്നെ ട്രഷറി ബാൻ ചെയ്യുകയും ചെയ്യും.